വെൽക്കം ബാക്ക് ടു മലയാളി എക്സ്പ്ലെയിനർ. അപ്പോൾ പത്രമാറ്റിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. റിവ്യൂയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് മച്ചാത്തികളെ മറക്കണ്ട, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും റിവ്യൂയിലോട്ട് കിടക്കാം. ആദർശാണെങ്കിൽ വളരെ അസ്വസ്ഥനായിട്ട് ഓഫീസിൻ്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. ആരെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശിൻ്റെ ശ്വേതേനെയാണ്. ആദർശിൻ്റെ ഫ്രണ്ടാണ് ശ്വേത. എന്നാൽ നയന തെറ്റിദ്ധരിക്കുന്നത് ആദർശുമായിട്ട് ശ്വേതയ്ക്ക് മറ്റെന്തോ ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. ആദർശാണെങ്കിൽ കൂടുതൽ ശ്വേതയോട് ഇടപഴകുന്നത് നയനയ്ക്ക് അത്ര പിടുത്തമല്ല. ആദർശിന് നയനയോടുള്ള അടുപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും നയനയോട് തൻ്റെ ഇഷ്ടം ആദർശ് തുറന്നു പറയാൻ വേണ്ടിയിട്ടും നവ്യ ഒരു പ്ലാൻ ഉണ്ടാക്കിയാണ്. നവ്യയുടെയും നയനയുടെയും കസിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം അവനെ അവരുടെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പേര് കൃഷ് എന്നാണ്. മലയാളത്തിലാവുമ്പോൾ കൃഷ് എന്നുള്ള പേര് മാറാനായിട്ടുള്ള സാധ്യത. നമ്മൾ പത്രമാറ്റിൻ്റെ റിമേക്കായിട്ടുള്ള തമിഴിലെ ആഹാ കല്യാണം എന്നുള്ള സീരിയലിൻ്റെ ആ ഒരു റിവ്യൂസാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. രണ്ടിലും വരുന്ന കഥ ഒന്നു തന്നെയാണ്, പക്ഷേ പേരിലും സന്ദർഭത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ എന്തായാലും കൃഷ്ണനെ വിളിച്ചു വരുത്തുന്നു. കൃഷ്ണന് നയനയോടുള്ള ഇടപഴകലും നയനക്ക് കൃഷ്ണനോടുള്ള ഇടപഴകലും അത്ര ആദർശിന് പിടിക്കുന്നില്ല. എന്തായാലും ഈ ഒരു ദേഷ്യത്തോടു കൂടിയാണ് ആദർശ് ഓഫീസിന് പുറത്ത് വന്ന് നിൽക്കുന്നത്. എന്തായാലും ശ്വേത ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ശ്വേതയോട് കുറച്ചുകൂടെ നന്നായിട്ട് ഇടപഴകണം, നയനയോട് പ്രതികാരം വിടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് കൃഷുമായിട്ട് ഒരുമിച്ച് നയന ബൈക്കിൽ വന്നിറങ്ങുന്നത്. ഇത് കണ്ടതും ആദർശിൻ്റെ നെഞ്ചങ്ങ് തകരുകയാണ്. ആദർശിൻ്റെ മുന്നിൽ വെച്ചിട്ട് കൃഷ്ണനോട് വളരെ സ്നേഹത്തോടു കൂടി നയന സംസാരിക്കുന്നുണ്ട്. കൃഷാണെങ്കിൽ തൻ്റെ സ്നേഹസമ്മാനമായിട്ടുള്ള ഡയറി മിൽക്ക് നയനയ്ക്ക് സമ്മാനിക്കുന്നുമുണ്ട്. നയന ചോദിക്കുകയാണ് കൃഷ്ണനോട്, എൻ്റെ കൃഷി ഇത്രയും വർഷങ്ങളായിട്ടും എനിക്കിഷ്ടപ്പെട്ട മിഠായിയെക്കുറിച്ച് നിനക്ക് ഒട്ടും മറവിയില്ലല്ലോ, താങ്ക്സ് കൃഷി എന്ന് പറയുകയാണ്. അങ്ങനെ കൃഷി ഡയറി മിൽക്കൊക്കെ കൊടുത്ത് കുറച്ച് നല്ല വാക്കൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ആദർശിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ആദർശ് വേഗം തന്നെ നയനയുടെ കയ്യിലിരിക്കുന്ന ആ മിഠായി തട്ടിപ്പറിക്കാൻ നോക്കുകയാണ്. നയന പറയുകയാണ്, ഞാൻ തരില്ല, എൻ്റെ കൃഷി എനിക്ക് മേടിച്ചു തന്ന മിഠായിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വേറെ മേടിച്ച് കഴിച്ചോളാൻ പറയുകയാണ്. ആദർശ് ഒരു രക്ഷയുമില്ല. ആദർശ് സമ്മതിക്കുന്നേയില്ല. ആദർശ് പറയുകയാണ്, നിനക്ക് ലോഡ് കണക്കിന് മിഠായി വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തുതരാം, പക്ഷേ ഇത് നീ കഴിക്കണ്ട എന്ന് പറഞ്ഞ് മിഠായി തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശ് ഓഫീസിലൊരു മീറ്റിങ്ങിലിരിക്കുകയാണ്. അപ്പോൾ ഈ മീറ്റിങ്ങിലിരിക്കുന്നതിനിടയിൽ ആദർശ് ഓർക്കുകയാണ് ലഞ്ചിന് കൃഷി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നയനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമായിട്ട്. അപ്പോൾ ഇനി എങ്ങാനും അവൻ വന്നിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ആശങ്ക ആദർശിനുണ്ടാവുകയാണ്. വേഗം തന്നെ ക്ലയൻറ്റിനോട് പറയുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശം പുറത്തേക്ക് വന്നിട്ട് നയനയെ നോക്കുകയാണ്. നയനയാണെങ്കിൽ ആദർശിനെ കാണുന്നുണ്ട്. അപ്പോൾ പവിത്ര നയനയോട് ചോദിക്കുന്നുണ്ട്, എന്താ മാം ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ എന്ന്. നയന പറയുകയാണ്, എൻ്റെ കസിനെ കൃഷ് എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിനിങ്ങനെ നോക്കുകയാണ് കേട്ടോ. ആദർശ് അതേസമയം തന്നെ നയനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നയനയോട് ചോദിക്കുകയാണ്, നയനെ നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. നയന പറയുകയാണ്, അത് വേണ്ട ആദർശേട്ടാ, നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോ, എൻ്റെ ആ കസിൻ ഉണ്ടല്ലോ അവനിപ്പോൾ എനിക്ക് ഭക്ഷണമായിട്ട് വരും എന്ന് പറയുകയാണ്. പുറത്തുള്ള ഭക്ഷണമൊന്നും കഴിക്കുന്നത് നന്നല്ല എന്ന് നയനയെ ആദർശ് ഉപദേശിക്കുന്നുണ്ടെങ്കിലും നയന അതൊന്നും മൈൻഡാക്കുന്നില്ല. ഇതേ സമയം തന്നെ കൃഷ് നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ആയിട്ട് വരികയാണ്. എന്തായാലും നയനയ്ക്ക് നല്ല സ്നേഹത്തോടു കൂടി കൃഷ് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ആദർശിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ കൃഷ് ആണെങ്കിൽ ആദർശിനോട് പറയുകയാണ്, നയനയ്ക്ക് പാചകം ചെയ്യുന്ന ഭർത്താവിനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന്. പക്ഷേ നയനയുടെ ഭർത്താവായ നിങ്ങൾ പാചകമൊന്നും ചെയ്യില്ലല്ലോ ആദർശ് എന്ന് ചോദിക്കുകയാണ്. ആദർശ് പറയുകയാണ്, ഞാൻ പാചകം ചെയ്യും. നയന പറയുകയാണ്, ചുമ്മാ പറയുന്നതാ, ആദർശേട്ടന് പാചകം അറിയില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ അതുപോലെയൊക്കെ വല്ല കാലത്തൊക്കെ ചെയ്യും, അത്ര തന്നെ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന കൃഷി പറയുകയാണ്, നയനെ നീ പേടിക്കേണ്ട, നിനക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ പോകുന്നതിന് മുമ്പ് നിനക്ക് ഉണ്ടാക്കി തന്നിരിക്കുമെന്ന് പറയുകയാണ്. ഇത് ശരിക്കും ആദർശിനെ വിഷമിപ്പിക്കുന്നുണ്ട്. ആദർശ് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ ആദർശിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് അവിടെ എഴുതി വെക്കുകയാണ്, ഇനി ആരും ഇവിടെ പുറത്തു നിന്നുള്ള ഭക്ഷണം കൊണ്ടുവരാൻ പാടില്ല, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന്. ഇത് കാണുന്ന കൃഷ്ണനും നയനയ്ക്കും കാര്യം മനസ്സിലാവാണ്. കൃഷ്ണൻ നയനോട് പറയുകയാണ്, നീ പറയുന്നത് പോലെയൊന്നല്ല, ആദർശേട്ടൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അധികം താമസിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്നേഹം തുറന്ന് ഞാൻ പറയിപ്പിച്ചിരിക്കും എന്ന് പറയുകയാണ്. ആ നയനയ്ക്കും ഭയങ്കരമായി സന്തോഷമാവാണ്. അടുത്തതായി മുത്തശ്ശനും മുത്തശ്ശിയും നവ്യയും അനിയും സംസാരിക്കുകയാണ്. ഇത് ഒളിഞ്ഞു നോക്കാനായിട്ട് ജലജ വരുന്നുണ്ട്. കൈയോടുകൂടി നവ്യ പിടിക്കുന്നുമുണ്ട്. ജലജ നാണം കെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സംസാരിക്കുന്ന കാര്യം ഇതാണ്, നമ്മൾ
ആദർശിന് നയനയോടുള്ള അകൽച്ച മാറ്റാനായിട്ട് കൃഷിനെ വരുത്തി. പക്ഷേ ഇനി കൃഷുമായിട്ടുള്ള നയനയുടെ ഇടപഴകൽ കാണുമ്പോൾ ആദർശിന് കൂടുതലും നയനയോട് അകൽച്ച ഉണ്ടായി പോകുമോ എന്നുള്ളൊരു സംശയം മുത്തശ്ശിക്കും ഉണ്ടാവുകയാണ്. ആ ഒരു സംശയം നവ്യയുമായിട്ട് അവർ ഷെയർ ചെയ്യുന്നു. നവ്യയും അനിയും ആണെങ്കിൽ അതിനൊരു ചാൻസും ഇല്ല. ആദർശേട്ടന് നയനയോടുള്ള സ്നേഹം കൂടത്തേ ഉള്ളൂ, വരുന്നതെല്ലാം നമുക്ക് നോക്കാം എന്നുള്ള ധൈര്യം മുത്തശ്ശിക്കും കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നവ്യ പറയാണ്, ഈ സമയത്ത് നവ്യ പറയാണ്, നയനയും ആദർശേട്ടനും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഞാനും അബിയും ഒന്നിക്കണം, അതിനുള്ള എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കണം എന്ന് പറയാണ്. മുത്തശ്ശിയും അതിന് ഡൺ പറയുകയാണ്, കൂട്ടത്തിൽ നമ്മുടെ അനിയും. അതിനുശേഷം അനിയും ഇതിനെക്കുറിച്ച് മാറി നിന്ന് സംസാരിക്കുകയാണ്. ഇത് ഒളിഞ്ഞു കേൾക്കാൻ പിന്നെയും നമ്മുടെ ജലജ വരികയാണ്. ജലജയെ കണ്ടതും നമ്മുടെ നവ്യ റൂട്ട് മാറ്റുകയാണ്. നവ്യ പറയുകയാണ്, അനി, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മായിമ്മേനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, എന്നിട്ട് ഒരു തെളിവും അവശേഷിപ്പിക്കാൻ പാടില്ല, കൊന്നു കളഞ്ഞേക്കാം എത്രയും വേഗം നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടതും ജലജ ഞെട്ടുകയാണ്. ഇനി നവ്യയിൽ നിന്ന് അകലം പാലിക്കണം എന്ന് പേടിച്ചുകൊണ്ട് ജലജ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് കേട്ടോ. അടുത്തതായി പിന്നെയും ഓഫീസിൽ നയനയെ കാണിക്കുകയാണ്. എല്ലാവരും പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ആദർശ് നയനയെ വിളിക്കുകയാണ്, വാ എൻ്റെ കൂടെ പോകാമെന്ന് പറയുകയാണ്. നയന പറയുകയാണ്, ആദർശേട്ടാ ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, എന്നെ കൊണ്ടുവന്നാക്കാനും കൊണ്ടുപോകാനും ഇപ്പോൾ കൃഷി ഉണ്ടല്ലോ, കൃഷി ഇപ്പോൾ വരും എന്ന് പറയുകയാണ്. അങ്ങനെ ആദർശിന് അതും ദേഷ്യം വരികയാണ് കേട്ടോ. ആ സമയത്ത് കൃഷി ബൈക്കുമായിട്ട് വരികയാണ്. ഇത് കണ്ട് ആദർശ് ഞെട്ടി നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത്. അപ്പോൾ മച്ചാത്തികളെ, റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ.